Hi dear students and parents. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഹാപ്പി ആയിരുന്നു ജെയുടെ റിസൾട്ട് സെക്കൻഡ് ഫേസ് ജെയ് മെയിൻസിൻ്റെ റിസൾട്ട് വന്ന സമയത്ത്. കാരണം കേരള റാങ്കിലെ 8ഉം 9ഉം സൈലത്തിലെ കുട്ടികളാണ്. മാത്രമല്ല നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് ജെയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം റിസൾട്ട് പ്രതീക്ഷിക്കാം എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. ഓൺലൈനായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് 99.09% നമ്മുടെ ആര്യേഴ്സ് നമ്മുടെ ഓൺലൈൻ തീരാ ബാച്ചിലെ സ്റ്റുഡൻറ്റ് വലിയൊരു വിജയമാണ് കരസ്ഥമാക്കിയത്. സോ ഈ ഒരു റിസൾട്ടിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും തന്നെ. നിങ്ങളും നമ്മുടെ സൈലത്തിൻ്റെ മക്കളൊക്കെ അതിൻ്റെ സന്തോഷത്തിലാണ്. കാരണം ജെയ് മെയിൻ പോലുള്ള പരീക്ഷയ്ക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആ എക്സാമിനേഷൻ്റെ പാറ്റേൺ ഒക്കെ ഉൾക്കൊണ്ട് വളരെ അടിപൊളിയായിട്ട് പഠിച്ച് ഒരുപാട് സമയം, കുട്ടികളെ കാര്യം പറയണം, ഒരുപാട് സമയമെടുത്ത് ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് കുട്ടികൾ ഈ റിസൾട്ടിലേക്കൊക്കെ എത്തിയത്. അവർക്കൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ദെൻ കഴിഞ്ഞ അക്കാഡമിക് ഇയർ അങ്ങനെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു. നമുക്കതിൻ്റെ സക്സസിൻ്റെ ആഘോഷത്തിനൊന്നും ഒത്തിരി സമയമില്ല. കാരണം നമ്മൾ അടുത്ത വർഷത്തെ 2027 ജെയ് എക്സാമിനേഷൻ്റെ റിസൾട്ടിനായിട്ടുള്ള തയ്യാറെടുപ്പ് തുടങ്ങി കഴിഞ്ഞു. 2027 ജെയ് മെയിൻസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, എസ്പെഷ്യലി ജെയ് പോലത്തെ ഒരു കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഫ്രം ദ വെരി ബിഗിനിങ് അതിൻ്റെ പ്രോപ്പർ പ്ലാനിലൂടെ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾക്ക് പോലും വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പം വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ നേരത്തെ തന്നെ അതിൻ്റെ കൃത്യമായ മുന്നൊരുക്കത്തോടുകൂടി തുടങ്ങണം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തേണ്ടത്, എന്തൊക്കെ ചെയ്യാൻ പാടില്ല തുടങ്ങി ജെയ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ സംശയത്തിനും മറുപടി നൽകാൻ സൈലത്തിൻ്റെ ജെയ് എക്സ്പേർട്സ് നിങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. ഏപ്രിൽ 27 മൺഡേ വൈകിട്ട് 7:30 ഒരു ഫ്രീ വെബിനാറിലൂടെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഈ വെബിനാറിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യാം. പ്രീ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ വെബിനാറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എക്സ്പേർട്സിൽ നിന്നും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കൃത്യമായ മുന്നൊരുക്കത്തോടു കൂടി 2027 ജെയ് എക്സാമിനായി അടിപൊളിയായിട്ട് നമുക്ക് ഒരുക്കാം.